ഇന്നോട് വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഹരിത വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണെന്ന് അറിയാമോ? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ആരാണ്? നോർവിൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ആൻസർ നോർവിൻ ബോർലോഗ്. കേട്ടോ, നോർവിൻ ബോർലോഗ് ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഓർത്ത് വെച്ചോളുക, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹരിത വിപ്ലവം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഹരിത വിപ്ലവം. ഗ്രീൻ റെവല്യൂഷൻ റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമാണ് ഏത് വിപ്ലവം? ഹരിത വിപ്ലവം. അതുപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ. അതുപോലെ തന്നെ ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം പാലുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമാണ്. ഏത് വിപ്ലവം? ധവള വിപ്ലവം. വൈറ്റ് റെവല്യൂഷൻ റിലേറ്റഡ് ടു മിൽക്ക്. നമ്മുടെ പാലുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമാണെന്ത്? ധവള വിപ്ലവം. ധവള വിപ്ലവത്തിന്റെ പിതാവാരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ. അതുപോലെ പറയുകയാണെങ്കിൽ പിങ്ക് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിങ്ക് വിപ്ലവം മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമാണ് പിങ്ക് വിപ്ലവം. പിങ്ക് റെവല്യൂഷൻ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് മെഡിസിൻ. മരുന്ന് ഉൽപ്പാദനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിപ്ലവമാണിത് പിങ്ക് വിപ്ലവം. അതുപോലെ മഞ്ഞ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഞ്ഞ വിപ്ലവം എണ്ണക്കുരു അല്ലെങ്കിൽ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമാണ്. ഏത് വിപ്ലവം? മഞ്ഞ വിപ്ലവം. യെല്ലോ റെവല്യൂഷൻ റിലേറ്റഡ് ടു ഓയിൽ. ഓയിലുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് യെല്ലോ റെവല്യൂഷൻ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുകൊണ്ടാ? നീല വിപ്ലവം മത്സ്യബന്ധനവുമായിട്ട് മത്സ്യ ഉൽപാദനം, പ്രൊഡക്ഷൻ ഓഫ് ഫിഷ്, മത്സ്യ ഉൽപാദനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിപ്ലവമാണെന്ന് നീല വിപ്ലവം. ബ്ലൂ റെവല്യൂഷൻ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഫിഷ്. മീനിന്റെ ഉൽപാദനത്തെക്കുറിച്ചും മത്സ്യങ്ങളുടെ ഉൽപാദനങ്ങളെക്കുറിച്ചും ബന്ധപ്പെട്ട വിപ്ലവമാണത് നീല വിപ്ലവം. അതുപോലെ കറുത്ത വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? കറുത്ത വിപ്ലവം പെട്രോളിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് റെവല്യൂഷൻ റിലേറ്റഡ് ടു പെട്രോളിയം. അതുപോലെ തന്നെ പറയുക പെട്രോളിയം. പെട്രോളിയം ലോകത്തിലെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണക്കിണർ ഏതാണ്? ദിഗ്ബോയി ആസാം. ഓൾഡസ്റ്റ് ഓയിൽ വെൽ ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? ദിഗ്ബോയി ആസാം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ആണ്? ബോംബെ ഹൈ ആണ്. ബോംബെ ഹൈ ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കേട്ടോ. പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമാണിത്. കറുത്ത റെവല്യൂഷൻ. അതുപോലെ സിൽവർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ടയുമായി ബന്ധപ്പെട്ട വിപ്ലവമാണിത് സിൽവർ വിപ്ലവം. സിൽവർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ടയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നതിനെയാണ്? കുങ്കുമപ്പൂവിനെയാണ്. പച്ച സ്വർണം എന്നറിയപ്പെടുന്നതിനെയാണ്? വാനില. ഗ്രീൻ ഗോൾഡ് എന്നറിയപ്പെടുന്നതിനെയാണ്? വാനില. വാനില ഈസ് നോൺ ആസ് ഗ്രീൻ ഗോൾഡ്.
അതുപോലെ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയത്തെയാണ് കേട്ടോ. കറുത്ത സ്വർണം പെട്രോളിയം കേട്ടോ. പെട്രോളിയം അല്ല കൽക്കരിയൊക്കെയാണ് എന്ത് കറുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നതിനെയാണ് പ്ലാറ്റിനം കേട്ടോ. പ്ലാറ്റിനം ഈസ് നോൺ ആസ് വൈറ്റ് ഗോൾഡ്. പ്ലാറ്റിനമാണ് വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത്. കേട്ടോ. വെളുത്ത സ്വർണം കേട്ടോ. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, മോസ്റ്റ് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ തുടർച്ചയായിട്ട് കാണുക. ഞാൻ ആ വീഡിയോ കാണണമെന്ന് നിർബന്ധിക്കില്ല. വീഡിയോ കാണുന്നത് അത് നിങ്ങളുടെ താല്പര്യമാണ്. താല്പര്യമുള്ളവരൊക്കെ വീഡിയോ കാണുക. പെട്ടെന്ന് ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഹരിത വിപ്ലവത്തിൻ്റെ ഗേഹം ഏതാണെന്ന് അറിയാം? ഏതാണെന്ന്? ബർത്ത് പ്ലേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ആൻസർ എന്താണ്? മെക്സിക്കോയാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യയിലെ ഗേഹം ഏതാണ്? ഫിലിപ്പൻസ് ആണ്. കേട്ടോ. പെട്ടെന്ന് കറണ്ട് പോയി കൊണ്ട് തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് കാണുക.